ബാക്ക്ലാഷ് 2025 മറ്റൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടത്താനുള്ള പ്ലാൻ WWE ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റൂമർ ന്യൂസ് ആയിട്ട് വരുന്നത്. അത് എന്താണെന്ന് പറയാം. അതുപോലെ ഇനി വൈറ്റ് 6 ടീം വരുന്ന സമയത്ത് വൈറ്റ് 6 ടീമിൽ 2 പേര് ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആരാണെന്നും ഈ വീഡിയോയിൽ പറയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് എന്നും. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നാളെ മുതൽ WWE എല്ലാ ഷോസും നെറ്റ്ഫ്ലിക്സിലാണ് ഇന്ത്യയിൽ കാണാൻ സാധിക്കുക. അതായത് റോ, സ്മാക്ഡൗൺ, NXT, പേപ്പർ വ്യൂസ് എല്ലാം നെറ്റ്ഫ്ലിക്സിലാണ് കാണാൻ സാധിക്കുക. നമ്മൾ പൈസ കൊടുത്ത് നെറ്റ്ഫ്ലിക്സ് എടുക്കാതെ യാതൊരു വഴിയുമില്ല. ഇനി അഥവാ പൈസ കൊടുത്ത് കാണാൻ താല്പര്യമില്ല എങ്കിൽ ചില ടെലഗ്രാം ചാനൽസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഷോ കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാച്ച് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാനലിന്റെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ ടെലഗ്രാമിൽ കയറി കാണാൻ നിർബന്ധിക്കല്ല. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം അങ്ങനെ കയറി കണ്ടാൽ മതി. ഇനി ഞാൻ എങ്ങനെയാണ് ഷോ കാണാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോണിൽ നെറ്റ്ഫ്ലിക്സ് എടുത്താണ് കാണാൻ പോകുന്നത്. ഇനി നാളെ സ്മാക്ഡൗണിൽ വരാൻ പോകുന്ന റേ ഫീനിക്സിനെ പറ്റി പറഞ്ഞിട്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം. അതായത് റേ ഫീനിക്സ് നാളെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വരുന്ന സമയത്ത് റേ ഫീനിക്സ് ആദ്യമായിട്ട് ആരുടെ കൂടെയാണ് മാച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരുമായിട്ടാണ് സ്റ്റോറി വരാ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റൂമർ പ്ലാൻ ആയിട്ട് വരുന്നത് റേ ഫീനിക്സ് നാളെ റിങ്ങിൽ വരുന്ന സമയത്ത് ആൻഡ്രോയിഡെ വന്നുകൊണ്ട് റേ ഫീനിക്സുമായിട്ട് ഒരു ചെറിയ സെഗ്മെന്റോ അങ്ങനെ എന്തെങ്കിലും കാണിച്ച് ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് നാളെ സ്മാക്ഡൗണിൽ നടക്കാം എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് 2 പേർക്കും മാച്ച് നടന്ന ഒരു മരണമാസ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. 2 പേരും വേറെ ലെവൽ റെസ്ലേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ മാച്ച് വെച്ചുകൊണ്ട് തന്നെ റേ ഫീനിക്സിനെ ഡെബ്യൂ ചെയ്യാനാണ് WWE പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റേ ഫീനിക്സിന്റെ ഫസ്റ്റ് ഓപ്പോണന്റ് ആൻഡ്രോയിഡെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ കൺഫേം ആയി നടക്കണം എന്നില്ല. ഇങ്ങനെയാണ് ന്യൂസ് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നോക്കാം. നാളെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റേ ഫീനിക്സ് വരുന്നുണ്ട്. ഒരു പക്ഷേ അന്ന് AEW പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ പെൻറ്റ ആൻഡ് റേ ഫീനിക്സ് ഇവരെ ടാഗ് ടീമായിട്ട് നമ്മൾക്ക് റോയിൽ കാണാമായിരുന്നു. ഇനി വൈറ്റ് 6 ടീമിനെ പറ്റി പറയാം. അതായത് വൈറ്റ് 6 ടീമിൽ 2 പേര് ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ 2 പേര് ആരാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ബ്രോൺ സ്ട്രോമൻ ആണ്. അതായത് ബ്രോൺ സ്ട്രോമൻ ഇപ്പോൾ സോളോസിക്കാവ ടീമിൻ്റെ കൂടെയൊക്കെയാണ് ഒരു സെഗ്മെന്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി അവസാനം ബ്രോൺ സ്ട്രോമൻ വൈറ്റ് 6 ടീമിൽ വന്ന് ജോയിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതായത് അലക്സ ബ്ലസ് ടീമിൽ വന്നതിന് ശേഷം ബ്രോൺ സ്ട്രോമനും വൈറ്റ് 6ൽ ജോയിൻ ചെയ്ത് ഭയങ്കരമായിട്ട് ഈ ഒരു ടീം മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആഡ് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു റെസ്ലർ നമ്മുടെ മിസ്സാണ്. അതായത് മിസ്സിനെ വൈറ്റ് 6ൽ ആഡ് ചെയ്തുകൊണ്ട് മിസ്സിനെ വെച്ച് പല സെഗ്മെന്റും കാണിച്ചുകൊണ്ട് വൈറ്റ് 6 ടീമിനെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് വൈറ്റ് 6 ടീമിന് ഇപ്പോൾ മൊത്തത്തിൽ ഹൈപ്പൊന്നും ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ടീമിൽ മിസ് പോലെയുള്ള ഒരു റെസ്ലർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. നമ്മൾക്കറിയാം മിസ്സിന് നന്നായിട്ട് മൈ സ്കില്ലുണ്ട്. ടീമിനെ വേറെ ലെവലാക്കി കൊണ്ടുപോകാൻ മിസ്സിന് സാധിക്കും. ഇതിനർത്ഥം മിസ് ടീം ലീഡ് ചെയ്യും എന്നല്ല, വൈറ്റ് 6 ടീമിലെ ഒരു മെമ്പറായിട്ട് മിസ് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ മിസ് ഇങ്ങനെ വരാണെങ്കിൽ വൈറ്റ് 6 ടീം രക്ഷപ്പെടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നോക്കാം മിസ് ബ്രോൺ സ്ട്രോമൻ ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യുമോ എന്ന്. ഇപ്പോൾ ഇങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ചിലരൊക്കെ വൈറ്റ് 6 ടീം എപ്പോഴാണ് വരാ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും പറയാം, റെസൽമേനിയയിലാണ് നേരിട്ട് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം ചില റൂമറുകൾ പ്രകാരം അതിനു മുമ്പുള്ള ഏതെങ്കിലും സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇവരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി ബാക്ക്ലാഷിൽ വരാൻ പോകുന്ന ട്രിപ്പിൾ ത്രെഡ് മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ മാച്ച് റൂമറായിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി റെസൽമേനിയ 41 റോമൻ സെത്ത് പങ്ക് ഇവർക്കൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് WWE കൺഫേം ചെയ്ത് ഫാൻസ് ഭയങ്കരമായി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നിറയെ സ്റ്റോറി ലൈൻസ് ഇത്തരത്തിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ച് ചെയ്ത കാരണം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ള സമയത്ത് ഇവർ വീണ്ടും ട്രിപ്പിൾ ത്രെഡ് മാച്ച് വെച്ചേക്കാം എന്നാണ് പറയുന്നത്. അതായത് ജോൺ സീന, കോഡി റോഡ്സ് ഇവരുടെ റെസൽമേനിയ മാച്ച് കഴിഞ്ഞതിന് ശേഷം ആ മാച്ചിൽ സീന ജയിച്ചാലും കോഡി ജയിച്ചാലും ബാക്ക്ലാഷിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ച് വെച്ചേക്കാം എന്നാണ് പറയുന്നത്. അതായത് ജോൺ സീന, റാൻഡി ഓർട്ടൺ ഇവർക്കൊരു മാച്ച് ഓൾറെഡി റൂമറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാച്ചിലോട്ട് കോഡീനെ ആഡ് ചെയ്ത് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് റൂമറായിട്ടാണ് വന്നിട്ടുള്ളത്, നടക്കാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി റോമൻ സെത്ത് പങ്ക് ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ചിന് തന്നെ ഭയങ്കരധികം എതിർപ്പ് വന്നിരുന്നു. പിന്നെ ലാസ്റ്റ് സെഗ്മെന്റ് എല്ലാം ചെയ്താണ് അതൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രിപ്പിൾ ത്രെഡ് നടത്തും എന്ന് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ മാച്ച് വെക്കാം എന്നാണ് ഇപ്പം പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.